അതൊക്കെ പണ്ട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയിരുന്നത് പണ്ട് CPM ആണ്. 30 കൊല്ലക്കാലം ജമാഅത്ത് ഇസ്ലാമിയുടെ തോള കഴിഞ്ഞിട്ടാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ നടന്നത്. CPM-ന്റെ നേതാക്കന്മാർ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 6 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പിലും എനിക്കെതിരായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. ആ എല്ലാ തെരഞ്ഞെടുപ്പിലും LDF-ലാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ. ഇപ്പൊ അവർ വെൽഫെയർ പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ UDF-ന് പിന്തുണ കൊടുത്തു. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചു. അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അവരുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇനി ബാബറി മസ്ജിദ് തകർന്നപ്പോൾ കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായ ശബ്ദം കേരളത്തിൽ ഉയർത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അതായത് ഒരു സെക്കുലർ ശബ്ദം, അത് കേരളം പ്രത്യേകമായി എന്നും ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വെച്ചു. ലീഗ് അങ്ങനെ ചെയ്തത് തെറ്റാണ്, സംഘർഷം ഉണ്ടാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് പിരിഞ്ഞുപോയ INL അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പൊ അധികാരത്തിലിരിക്കുന്നത്. അവരുടെ മന്ത്രി വരെ കേരളത്തിലുണ്ടായിരുന്നു.